നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ് തൃശ്ശൂർ. ആ ജില്ലയുടെ സാഹചര്യം നമുക്കൊന്ന് പരിശോധിക്കാം. തൃശ്ശൂർ ജില്ലയിൽ ആകെ 13 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. അതിൽ കഴിഞ്ഞ തവണ 2021 ചാലക്കുടി ഒഴികെയുള്ള എല്ലാ മണ്ഡലങ്ങളിലും ജയിച്ചത് LDF ആയിരുന്നു. LDF മികച്ച മാർജിനിലാണ് പല മണ്ഡലങ്ങളിലും ജയിച്ചിട്ടുള്ളത്. UDFനെ സംബന്ധിച്ചിടത്തോളം ചാലക്കുടിയിൽ നേരിയ ഭൂരിപക്ഷത്തിനാണ് ജയിക്കാൻ കഴിഞ്ഞതും. LDFിൽ സംസ്ഥാനത്ത് തന്നെ CPIക്ക് ഏറ്റവും കൂടുതൽ നിയമസഭാ സാമാജികരെ സമ്മാനിച്ച ഒരു ജില്ല കൂടിയാണ് തൃശ്ശൂർ. അതിനുശേഷം നടന്ന പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു. വമ്പന്മാർ ഏറ്റുമുട്ടിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൃശ്ശൂരിൽ നടന്നത്. അതിൽ സുനിൽകുമാർ, കെ മുരളീധരൻ, അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി ഇവരുടെ പോരാട്ടമായിരുന്നു. BJPക്ക് വേണ്ടി സുരേഷ് ഗോപി അവിടെ വിജയക്കൊടി പാറിച്ചു. ഏകദേശം 75,000-ലധികം വോട്ടിനാണ് സുരേഷ് ഗോപി ജയിച്ചത്. അപ്പോൾ ഈ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന 7 അസംബ്ലി സെഗ്മെന്റുകളിൽ 6ഇടത്തും BJPക്ക് ലീഡ് ചെയ്യാൻ കഴിഞ്ഞു. ഗുരുവായൂരിൽ മാത്രമാണ് BJP പിറകിൽ പോയത്. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഏറ്റവും റീസെൻ്റായി നടന്ന 2025 തദ്ദേശ തെരഞ്ഞെടുപ്പായിരുന്നു. അവിടെ UDF നല്ല രീതിയിൽ തൃശ്ശൂർ ജില്ലയിൽ ആകെ നില മെച്ചപ്പെടുത്തി എന്ന് പറയാം. 2020 അപേക്ഷിച്ച് LDFന് പൊതുവിൽ ഒരു തിരിച്ചടി അവിടെ നേരിട്ടു എന്നും പറയേണ്ടി വരും. 2020 കണക്ക് വെച്ച് നോക്കുമ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു പെർഫോമൻസ് എത്താൻ കഴിഞ്ഞതേയില്ല തൃശ്ശൂരിലെന്നും പറയേണ്ടി വരും. ഇതാണ് നിലവിൽ 2021 ശേഷം ഇതുവരെ നടന്ന തെരഞ്ഞെടുപ്പുകളിലെ ഒരു പൊതു അന്തരീക്ഷം, രാഷ്ട്രീയ അന്തരീക്ഷം ഇതായിരുന്നു. തൃശ്ശൂർ കോർപ്പറേഷൻ UDFന് ജയിക്കാൻ കഴിഞ്ഞു എന്നതും ആത്മവിശ്വാസത്തോടുകൂടി തന്നെ UDF കാണുകയാണ്. ഇനി 2026 എന്ത് സംഭവിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിന് നമുക്ക് ഓരോ മണ്ഡലങ്ങളും പ്രത്യേകം പരിശോധിക്കേണ്ടതായിട്ട് വരും. അതിലൊന്നാമത്തേത് തൃശ്ശൂർ അസംബ്ലി മണ്ഡലം തന്നെയാണ്. തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ അസംബ്ലി മണ്ഡലം. കഴിഞ്ഞ തവണ വാശിയേറിയ പോരാട്ടമാണ് തൃശ്ശൂർ അസംബ്ലി മണ്ഡലത്തിൽ നടന്നത്. അത് കേവലം തൃശ്ശൂർ ജില്ല മാത്രമല്ല ഉറ്റുനോക്കിയത്, അത് സംസ്ഥാനത്താകെ ഉറ്റുനോക്കിയൊരു മണ്ഡലമായി തൃശ്ശൂർ മാറി. ശക്തമായ ത്രികോണ മത്സരമാണ് അന്ന് നടന്നത്. നിലവിൽ അത് CPIയുടെ കയ്യിലിരിക്കുന്ന സീറ്റാണ്. P ബാലചന്ദ്രനാണ് അവിടുത്തെ MLA. കഴിഞ്ഞ തവണ P ബാലചന്ദ്രൻ 900 ചില്ലാൻ വോട്ടുകൾക്കാണ് അവിടെ വിജയിച്ചത്. തൊട്ടു പിന്നിൽ പത്മജ വേണുഗോപാലായിരുന്നു. അന്ന് UDF സ്ഥാനാർത്ഥി പത്മജയായിരുന്നു. അതിന് തൊട്ടു പിന്നിൽ സുരേഷ് ഗോപി ആയിരുന്നു BJP സ്ഥാനാർത്ഥി. ഈ സുരേഷ് ഗോപിയും പത്മജയും തമ്മിലുള്ള ഡിഫറൻസ് കേവലം 3000 വോട്ട് മാത്രമായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം ശക്തമായിട്ടുള്ള ത്രികോണ മത്സരമാണ് തൃശ്ശൂരിൽ നടന്നത് എന്നത്. ഇത്തവണ കാര്യങ്ങളിലേക്ക് എത്തുമ്പോൾ P ബാലചന്ദ്രൻ ഒരുപക്ഷെ മാറിയേക്കുമെന്ന സൂചനകളും വിവരങ്ങളുമാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. UDF സ്ഥാനാർത്ഥിയായി പല പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഒന്ന് TV ചന്ദ്രമോഹന്റെ പേരുണ്ട്, അതോടൊപ്പം തന്നെ സന്ദീപ് വാര്യരുടെ അടക്കം പേര് അവിടെ ഉയരുന്നുണ്ട്. ആരായിരിക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. BJP സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്നതും ഏറ്റവും പ്രധാനപ്പെട്ട സസ്പെൻസായി നിലനിൽക്കുന്നു. ഒരുപക്ഷെ പത്മജ വേണുഗോപാൽ, കഴിഞ്ഞ തവണ UDF ലേബലിൽ മത്സരിച്ച പത്മജ വേണുഗോപാൽ ഇക്കുറി NDA സ്ഥാനാർത്ഥിയായി എത്തുമോ എന്നതും രാഷ്ട്രീയ കൗതുകമായി നിലനിൽക്കുകയാണ്. അങ്ങനെയൊക്കെയെങ്കിൽ ശക്തമായിട്ടൊരു ബിഗ് ഫൈറ്റിനായിരിക്കും തൃശ്ശൂരിൽ കളമൊരുങ്ങുക. അത്തരത്തിലുള്ളൊരു പോരാട്ടമായിരിക്കും ഒരുപക്ഷെ ഉണ്ടാകുക എന്ന കൗതുകമൊക്കെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അതിശക്തമായിട്ടുള്ള പോരാട്ടമായിരിക്കും തൃശ്ശൂരിൽ നടക്കുക എന്നത് തീർച്ചയാണ്. 3 മുന്നണികളും തങ്ങളുടെ അക്കൗണ്ടിൽ എഴുതി ചേർക്കുന്ന ഒരു മണ്ഡലമായി തൃശ്ശൂർ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ മത്സരം തീപാറുമെന്ന് തീർച്ചയാണ്. മറ്റൊരു മണ്ഡലമായി നമുക്ക് കണക്കാക്കേണ്ടത് രണ്ടാമത്തെ മണ്ഡലം ഒല്ലൂരാണ്. ഒല്ലൂര് നിലവിൽ CPIയുടെ കയ്യിലുള്ള മണ്ഡലമാണ്. മന്ത്രി K രാജന്റെ മണ്ഡലമാണ്. കഴിഞ്ഞ തവണ 21,000-ഓളം വോട്ടുകൾക്കാണ് K രാജൻ അവിടെ വിജയിച്ചത്. LDFും UDFും തമ്മിൽ പ്രധാന മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ തവണ BJPക്ക് അവിടെ 22,000-ഓളം വോട്ടുകളാണ് ഉണ്ടായിരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അടക്കം ഫലം UDFന് കുറച്ച് പ്രതീക്ഷ നൽകുന്നതായി UDF പറയുന്നു. അതേസമയം മണ്ഡലങ്ങളിലെ വോട്ടിംഗ് പാറ്റേൺ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകളിലെ വോട്ടിംഗ് പാറ്റേൺ ഒക്കെ ഓരോ തെരഞ്ഞെടുപ്പുകളിലും വ്യത്യസ്തമാണ്. ഈ മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് LDFും ഉള്ളത്. ഇത്തവണ K രാജൻ തന്നെ മത്സര രംഗത്തേക്ക് ഇറങ്ങും എന്ന വിവരങ്ങളാണ് LDF കേന്ദ്രങ്ങളിൽ നമുക്ക് ലഭിക്കുന്നത്. UDFനെ സംബന്ധിച്ചിടത്തോളം UDFന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഷാജി കൊടക്കണത്തിന്റെ പേരുണ്ട്. ഈ ടോൾ പ്ലാസയ്ക്കെതിരെ ഹർജി കൊടുത്ത വ്യക്തിയാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ ജോസഫ് ടാജറ്റ് അവിടുത്തെ DCC അധ്യക്ഷനാണ്. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ആരായിരിക്കും UDFിൽ നിന്ന് എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ആ തീരുമാനം വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും അവിടെയും ശക്തമായിട്ടുള്ള പോരാട്ടം തന്നെ നടക്കും എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. മൂന്നാമത്തെ മണ്ഡലമായി നമുക്ക് പരിശോധിക്കേണ്ടത് നാട്ടികയാണ്. നാട്ടികയിൽ കഴിഞ്ഞ തവണ LDF ജയിച്ച മണ്ഡലമാണ്. CPIയുടെ കയ്യിലുള്ള മണ്ഡലമാണ്. CC മുകുന്ദൻ അവിടെ 28,000-ഓളം വോട്ടിനാണ് ജയിച്ചത്. തൊട്ടു പിന്നിൽ UDF സ്ഥാനാർത്ഥിയായിരുന്നു. 44,000-ഓളം വോട്ടുകളാണ് UDF അവിടെ നേടിയത്. BJPക്ക് അവിടെ 30,000-ലധികം വോട്ടുള്ള ഒരു മണ്ഡലവുമാണ്. ഇത്തവണ CC മുകുന്ദൻ മാറിയേക്കുമെന്ന വിവരങ്ങളാണ്
പുറത്തേക്ക് വരുന്നത്. എന്തായാലും ആ കാര്യത്തിൽ തീരുമാനം വന്നിട്ടില്ല, അന്തിമ തീരുമാനം വന്നിട്ടില്ല. UDF നിന്ന് സുനിൽ ലാലൂരിൻ്റെ പേര് തന്നെയാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇനി മറ്റേതെങ്കിലും പേരുകൾ അവിടേക്ക് എത്തുമോ എന്നതും കാത്തിരുന്ന് കാണേണ്ടതാണ്. BJPയുടെ കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. BJPയുടെ പട്ടിക ആ നിലയിൽ വന്നിട്ടുമില്ല. ഇതാണ് അവിടുത്തെ അന്തരീക്ഷം. UDFും BJPയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നില അല്പം മെച്ചപ്പെടുത്തിയ ഒരു ഇടം കൂടിയാണ്. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലമടക്കം വച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് വരാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഈ പറയുന്ന UDF ഉൾപ്പെടെ. എന്നാൽ ആ മണ്ഡലം നിലനിർത്താൻ കഴിയും, മുന്നോട്ട് വരാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് LDFും ഉള്ളത്. നാലാമത്തെ മണ്ഡലമായി പരിശോധിക്കാൻ കഴിയുക കയ്പമംഗലമാണ്. കയ്പമംഗലത്ത് LDFിൻ്റെ സീറ്റാണ്. അവിടെ കഴിഞ്ഞ തവണ വിജയിച്ചത് ടൈസൺ ആണ്. 22,000-ഓളം വോട്ടുകൾക്കാണ് അവിടെ ടൈസൺ വിജയിച്ചത്. അവിടെ NDAയിൽ നിന്ന് BDJSനാണ് ആ സീറ്റ്. അതോടൊപ്പം തന്നെ UDF പ്രതീക്ഷ വയ്ക്കുന്ന ഒരു ഇടവും കൂടിയാണ് ഇക്കുറി കയ്പമംഗലം. ഇത്തവണ ടൈസൺ മാറിയേക്കുമെന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. അങ്ങനെയെങ്കിൽ CPIയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന വത്സരാജ് ഒരുപക്ഷെ അവിടെ സ്ഥാനാർത്ഥിയായേക്കും. കോൺഗ്രസിൽ നിന്ന് അഡ്വക്കേറ്റ് ആസിഫിൻ്റെ പേരൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിൽ മറ്റ് ചർച്ചകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നു വരികയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ചതുപോലെ BDJSനാണ് ആ സീറ്റ് ഉള്ളത്. BDJSൻ്റെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നതും കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും കയ്പമംഗലവും അങ്ങനെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു മണ്ഡലമായി മാറിക്കഴിഞ്ഞു. അഞ്ചാമത്തെ മണ്ഡലം എന്ന് പറയുന്നത് ഗുരുവായൂരാണ്. കഴിഞ്ഞ തവണ CPM ജയിച്ച മണ്ഡലമാണ്. NK അക്ബർ 18,000-ഓളം വോട്ടുകൾക്ക് ജയിച്ച ഒരു മണ്ഡലമാണ് ഈ പറയുന്ന ഗുരുവായൂർ. മുൻപ് ലീഗ് അവിടെ ജയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ KN ഖാദറായിരുന്നു ലീഗിൻ്റെ സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണ BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സെറ്റ് ബാക്ക് ഉണ്ടായൊരു മണ്ഡലമാണ്. കാരണം അവിടെ BJPക്ക് സ്ഥാനാർത്ഥി വന്നില്ല. അവിടെ മഹിളാ മോർച്ചയുടെ അന്നത്തെ അധ്യക്ഷയായിട്ടുള്ള നിവേദിതയെ മത്സരിപ്പിക്കാനാണ് BJP തീരുമാനിച്ചെങ്കിലും പത്രിക തള്ളിപ്പോയി. അങ്ങനെ BJP വലിയ ആശയക്കുഴപ്പത്തിലായി. സംസ്ഥാനത്ത് തന്നെ BJPക്ക് ഈ ഗുരുവായൂർ വലിയ തോതിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട് BJPക്ക് പ്രതിരോധത്തിലായ ഒരു ഇടം കൂടിയാണ്. ഏതായാലും ഇത്തവണ BJPക്ക് അവിടെ ഒരു ഗ്രാജുവൽ ഗ്രോത്ത് ഉള്ള മണ്ഡലമാണ്. BJPയും അവിടെ കുറെ കൂടി മുന്നോട്ട് വരാൻ കഴിയുമെന്ന പ്രതീക്ഷ വച്ചു പുലർത്തുകയാണ്. ഇത്തവണ NK അക്ബർ മാറിയേക്കുമെന്ന വിവരം CPMൽ നിന്ന് വരുന്നുണ്ട്. പക്ഷേ പകരം ആര് എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ഒരുപക്ഷെ ഇനി NK അക്ബർ തന്നെ വീണ്ടും മത്സരിക്കുമോ എന്നുള്ള ചർച്ചകളും ഒക്കെ തന്നെ CPMൽ ആ നിലയിൽ നടക്കുകയാണ്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിൻ്റെ സ്ഥാനാർത്ഥി ആരെന്ന കാര്യത്തിലും വ്യക്തതയില്ല. പക്ഷേ ആ സീറ്റ് ഏറ്റെടുക്കണമെന്ന ആവശ്യം കോൺഗ്രസിൽ നിന്ന് ഉയരുന്നുണ്ട്. സീറ്റ് വച്ചുമാറുമോ അല്ലെങ്കിൽ അത്തരം ചില ചർച്ചകളൊക്കെ അല്ലെങ്കിൽ ആ ഒരു റിസൾട്ടിലേക്ക് എത്തുമോ എന്നുള്ള കാര്യമൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. BJPയും ആ നിലയിൽ തന്നെ അവിടെ ഒരു മികച്ച സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ഇതാണ് ഗുരുവായൂരിൻ്റെ ഒരു പശ്ചാത്തലം. അടുത്തതായി നമുക്ക് പരിശോധിക്കേണ്ടത് ചാലക്കുടിയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ഒരു പോരാട്ടം LDF UDF തമ്മിൽ നടന്ന ഒരു ഇടം കൂടിയാണ് ചാലക്കുടി. ചാലക്കുടിയിൽ സനീഷ് കുമാറാണ് UDFിൻ്റെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി അവിടെ ജയിച്ചത്. ഏകദേശം 1000 ചില്ലാൻ വോട്ടുകൾക്കാണ് കോൺഗ്രസിന് കഴിഞ്ഞ തവണ ചാലക്കുടിയിൽ ജയിക്കാൻ കഴിഞ്ഞത്. തൊട്ടു പിന്നിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഡെന്നിസ് ആന്റണിയാണ് ഉണ്ടായിരുന്നത്. ഇത്തവണ അത് സനീഷ് ജോസഫ് തന്നെ അല്ലെങ്കിൽ സനീഷ് കുമാർ തന്നെ അവിടെ മത്സരരംഗത്തേക്ക് വരും എന്നുള്ള കാര്യം തീർച്ചയാണ്. കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാനാർത്ഥി ആര് എന്നതും കാത്തിരുന്ന് കാണേണ്ടതാണ്. അതിനിടെ ആ സീറ്റ് ഏറ്റെടുക്കണമെന്ന ആവശ്യം CPMൽ നിന്ന് ഉയരുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം ഫലവത്തായി വരുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. കാരണം സ്വാഭാവികമായിട്ടൊരു മുന്നണി സമവാക്യമൊക്കെ അനുസരിച്ച് കേരള കോൺഗ്രസ് എമ്മിന് തന്നെ സീറ്റ് പോകാനാണ് സാധ്യത. BJPയിൽ നിന്ന് അല്ലെങ്കിൽ NDAയിൽ നിന്ന് ആ സീറ്റ് പോകുന്നത് BDJSനാണ്. BDJSൻ്റെ സ്ഥാനാർത്ഥി ആരെന്ന കാര്യത്തിലും ഇപ്പോൾ വ്യക്തതയില്ല. എന്തായാലും അതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ചാലക്കുടി അത്തരത്തിൽ ഒരു ശ്രദ്ധയാകർഷിക്കുന്ന മണ്ഡലമായി മാറുന്നത്. LDF UDF തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ LDF സംസ്ഥാനത്താകെ മികച്ച മുന്നേറ്റം, തൃശ്ശൂരിൽ മികച്ച മുന്നേറ്റം നടത്തിയപ്പോൾ UDFന് ജയിക്കാൻ കഴിഞ്ഞ മണ്ഡലത്തിൽ ഇത്തവണ എങ്ങനെയായിരിക്കും വരിക, ആ UDFിൻ്റെ മുന്നേറ്റം അല്ലെങ്കിൽ LDFിനായിരിക്കും മുന്നേറുക എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. അടുത്ത മണ്ഡലമായി നമുക്ക് പരിഗണിക്കാൻ കഴിയുക ഇരിങ്ങാലക്കുടയാണ്. ഇരിങ്ങാലക്കുട മന്ത്രി R ബിന്ദുവിൻ്റെ മണ്ഡലമാണ്. കഴിഞ്ഞ തവണ 6000-ഓളം വോട്ടുകൾക്കാണ് R ബിന്ദു ജയിച്ചത്. തോമസ് ഉണ്ണിയാടനായിരുന്നു കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥി. അതോടൊപ്പം BJPയെ സംബന്ധിച്ചിടത്തോളം ജേക്കബ് തോമസ് ആണ് അവിടെ മത്സരിച്ചത്. 33,000-ഓളം വോട്ടുകൾ ജേക്കബ് തോമസ് പിടിച്ചിരുന്നു. BJPക്ക് 30,000-ലധികം വോട്ടുള്ള ഒരു മണ്ഡലവുമാണ്. ഇത്തവണ R ബിന്ദു തന്നെ സ്ഥാനാർത്ഥിയാകുമെന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. അതോടൊപ്പം തന്നെ UDFിൽ നിന്ന് തോമസ് ഉണ്ണിയാടിൻ്റെ പേര് തന്നെയാണ് പറഞ്ഞ് കേൾക്കുകയും ചെയ്യുന്നത്. അതേസമയം ആ സീറ്റ് ഏറ്റെടുക്കണമെന്ന ആവശ്യം കോൺഗ്രസിൽ നിന്ന് ഉയരുന്നുണ്ട്. കോൺഗ്രസിൻ്റെ സോണിയാഗിരിയുടെ അടക്കം പേര് അത്തരത്തിൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിലവിലുള്ള ഒരു ഘടകകക്ഷിക്ക് കൊടുത്തിരിക്കുന്ന സീറ്റ് അത് പെട്ടെന്ന് മാറണമെങ്കിൽ അതിനനുസരിച്ചുള്ള ചർച്ചകളും അതിനനുസരിച്ചുള്ള കാര്യങ്ങളും ഒക്കെ നടക്കണം. അത്തരം ഒരു അന്തരീക്ഷത്തിലേക്കൊന്നും കാര്യങ്ങൾ എത്തിയിട്ടുമില്ല. മുൻപ് തോമസ് ഉണ്ണിയാടൻ ജയിച്ചിട്ടുള്ള മണ്ഡലമാണ് ഈ പറയുന്ന ഇരിങ്ങാലക്കുട. അന്ന് UDFിൻ്റെ ഭാഗമായി കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഭാഗമായിരുന്നു തോമസ് ഉണ്ണിയാടൻ.
ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പിലാണ് UDFിൻ്റെ ഭാഗമായി നിൽക്കുകയാണ്. അതുകൊണ്ട് എന്തായിരിക്കും ഇരിങ്ങാലക്കുടയിലെ ഫലം? കാരണം കഴിഞ്ഞ തവണ 6000 വോട്ടിൻ്റെ ഡിഫറൻസാണ് ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം അത് എങ്ങനെ വരുമെന്നതും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. അടുത്തായി നമ്മൾ പരിശോധിക്കുന്നത് കുന്നംകുളം മണ്ഡലമാണ്. കുന്നംകുളം മണ്ഡലം നിലവിൽ CPIMൻ്റെ കയ്യിലിരിക്കുന്ന മണ്ഡലമാണ്. AC മൊയ്തീനാണ് അവിടുത്തെ MLA. കഴിഞ്ഞ തവണ 26,000-ഓളം വോട്ടിനാണ് AC മൊയ്തീൻ ജയിച്ചത്. AC മൊയ്തീൻ മുൻ മന്ത്രിയാണ്. അതോടൊപ്പം തന്നെ CPMൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ജില്ലയിലെ CPMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങളിൽ ഒന്നുകൂടിയാണ്. ജയശങ്കർ ആയിരുന്നു UDF സ്ഥാനാർത്ഥി. അതോടൊപ്പം KK അനീഷ് കുമാർ ആയിരുന്നു അന്ന് അവിടുത്തെ BJP സ്ഥാനാർത്ഥി. KK അനീഷ് കുമാർ BJPയുടെ ജില്ലാ അധ്യക്ഷനൊക്കെ ആയിരുന്നു താനും. ഇത്തവണ ആരായിരിക്കും കുന്നംകുളത്ത് സ്ഥാനാർത്ഥികളായി മുന്നണികളുടെ വരിക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി ഉയരുന്നത്. AC മൊയ്തീൻ ആയിരിക്കില്ല എന്ന സൂചനകളാണ് CPMൽ നിന്ന് ലഭിക്കുന്നത്. പകരം TK വാസു, CPMൻ്റെ ജില്ലാ നേതാവാണ്. TK വാസു അവിടെ വന്നേക്കുമെന്ന ചില വിവരങ്ങളും സൂചനകളും ഒക്കെ CPMൽ നിന്ന് പുറത്തേക്ക് വരുന്നു. UDF BJP സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല. BJPക്ക് 30,000-ൽ താഴെ വോട്ടുള്ള ഒരു മണ്ഡലവും കൂടിയാണ് ഈ പറയുന്ന കുന്നംകുളം. എന്തായാലും LDFും UDFും തമ്മിൽ പ്രധാനപ്പെട്ട ഒരു പോരാട്ടം നടക്കുന്ന ഇടമാണ് കുന്നംകുളം. കഴിഞ്ഞ തവണ ഈ LDF ജയിക്കുമ്പോഴും ഈ 26,000-ഓളം വോട്ടിന് ജയിക്കുമ്പോഴും പ്രത്യേകിച്ചും AC മൊയ്തീന് കിട്ടിയ വോട്ട് കൂടി അവിടെ LDF കാണുന്നുണ്ട്. ആ തരത്തിൽ കിട്ടിയ വോട്ടായിട്ട് കൂടി LDF അതിനെ കാണുന്നുണ്ട്. ഇത്തവണത്തെ പോരാട്ടവും എന്തായാലും തീപാറുമെന്ന് തീർച്ചയാണ്. അടുത്ത മണ്ഡലം നമുക്ക് പരിശോധിക്കേണ്ടത് വടക്കാഞ്ചേരിയാണ്. വടക്കാഞ്ചേരി സേവ്യർ ചിറ്റലപ്പള്ളിയുടെ കയ്യിൽ ഉള്ള മണ്ഡലമാണ്. CPMൻ്റെ MLA ആണ്. കഴിഞ്ഞ തവണ 15,000-ഓളം വോട്ടുകൾക്കാണ് സേവ്യർ ചിറ്റലപ്പള്ളി അവിടെ ജയിച്ചത്. അനിലക്കരയായിരുന്നു UDFിൻ്റെ സ്ഥാനാർത്ഥി. അനിലക്കര 2016-ൽ ഏകദേശം 1083-ഓളം വോട്ടുകൾക്ക് ജയിച്ചൊരു മണ്ഡലത്തിൽ പിന്നീട് അവിടെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനിറങ്ങുമ്പോൾ അനിലക്കരെ തോറ്റുപോകുന്ന കാഴ്ചയാണ് അവിടെ കണ്ടത്. 15,000-ഓളം വോട്ടിന് CPM അവിടെ ജയിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതോടൊപ്പം BJPയുടെ ഉല്ലാസ് ബാബു ആയിരുന്നു അന്ന് അവിടെ സ്ഥാനാർത്ഥി. BJPക്ക് ഇതേപോലെ 30,000-ൽ താഴെ വോട്ടുള്ള ഒരു മണ്ഡലം മാത്രമാണ് ഈ പറയുന്ന വടക്കാഞ്ചേരി. ഇത്തവണ അതെങ്ങനെ വരും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. സേവ്യർ ചിറ്റലപ്പള്ളി തന്നെ CPMനായി രംഗത്തിറങ്ങും എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. അതോടൊപ്പം UDF സ്ഥാനാർത്ഥി ആര്? അനിലക്കരയുടെ പേര് ഇപ്പോൾ അങ്ങനെ അങ്ങ് കേൾക്കുന്നില്ല. പകരം KSUവിൽ നിന്നും ആരെങ്കിലുമൊക്കെ വരും അവിടെ സ്ഥാനാർത്ഥിയായി എന്ന വിവരങ്ങൾ കൂടിയാണ് UDF ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. BJP സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ചിത്രം വ്യക്തമല്ല. എന്തായാലും വടക്കാഞ്ചേരിയും ആ നിലയിൽ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു മണ്ഡലമാണ്. അടുത്ത മണ്ഡലം നമുക്ക് പരിശോധിക്കേണ്ടത് മണലൂരാണ്. മണലൂരിൽ കഴിഞ്ഞ തവണ CPM ജയിച്ചത് ഏകദേശം 29,000-ഓളം വോട്ടുകൾക്കാണ്. മുരളി പെരുന്നേലിയാണ് അവിടുന്ന് MLA ആയി വന്നത്. വിജയ് ഹരിയായിരുന്നു അവിടുത്തെ UDF സ്ഥാനാർത്ഥി. BJP സ്ഥാനാർത്ഥി AN രാധാകൃഷ്ണനായിരുന്നു. BJPക്ക് അവിടെ അത്യാവശ്യം വോട്ടുള്ള മണ്ഡലമാണ്. ഏകദേശം 36,000-ലധികം വോട്ടുകൾ BJPക്ക് ഉള്ള ഒരു മണ്ഡലമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ വോട്ട് അവർക്ക് നേടാൻ കഴിയുകയും ചെയ്തിരുന്നു. ഇത്തവണ ആര് വരും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ മുരളി പെരുന്നേലിയുടെ പേര് ഇപ്പോൾ കേൾക്കുന്നില്ല. മറിച്ച് ഒരു യുവജന നേതാവ് അവിടെ കാൻഡിഡേറ്റ് ആയിട്ട് വരും എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. ഇതോടൊപ്പം മുൻ മന്ത്രി C രവീന്ദ്രനാഥിന്റെ പേര് കൂടി മണലൂരിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. UDFിൽ നിന്ന് കേൾക്കുന്നത് TN പ്രതാപന്റെ പേരാണ്. TN പ്രതാപന്റെ പേരാണ് പ്രധാനമായും അവിടെ പരിഗണിക്കപ്പെടുന്നതായി കേൾക്കുന്നത്. അങ്ങനെയെങ്കിൽ മണലൂരിൽ ഒരു ബിഗ് ഫൈറ്റിന് കളമൊരുങ്ങുക തന്നെ ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടം നടക്കുന്ന ഒരു ഇടമായി മണലൂർ മാറും. BJPയിൽ നിന്നും ഒരു കരുത്തം തന്നെ വരും എന്നതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. BJPക്ക് അത്യാവശ്യം വോട്ടുള്ള മണ്ഡലം കൂടിയായതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അത് ഒരു ത്രികോണ മത്സരത്തിലേക്ക് ആ മത്സരം ഒരുപക്ഷെ പോയേക്കാം. മാറുന്ന രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ എന്നതാണ് ഈ മണലൂരിനെ കുറിച്ച് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകർ കൽപ്പിക്കപ്പെടുന്ന മാനം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെയെങ്കിൽ LDFിൽ നിന്ന് C രവീന്ദ്രനാഥ്, കൂടാതെ UDFിൽ നിന്ന് TN പ്രതാപൻ, BJPയിൽ നിന്ന് കഴിഞ്ഞ തവണ AN രാധാകൃഷ്ണനായിരുന്നു. BJPയുടെ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് AN രാധാകൃഷ്ണൻ. ഇപ്രാവശ്യം ആര് വരും? അങ്ങനെയെങ്കിൽ ഒരു സംസ്ഥാന നേതാവ് തന്നെ അവിടെ വരണമെന്ന ആവശ്യമുണ്ട്. ആ നിലയിൽ BJPയുടെ മറ്റേതെങ്കിലും സംസ്ഥാന നേതാവ് വന്നാലും അതിശക്തമായിട്ടുള്ള പോരാട്ടം നടക്കുന്ന ഒരു ബിഗ് ഫൈറ്റ് നടക്കുന്ന മണ്ഡലമായി ഈ പറയുന്ന മണ്ഡലം മാറും. പ്രത്യേകിച്ചും മണലൂരിൽ ഒരു തീപാറുന്ന പോരാട്ടത്തിന് അങ്ങനെ കളമൊരുങ്ങുക തന്നെ ചെയ്യും. അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ കേന്ദ്രങ്ങളും ഒക്കെ മണലൂരിന് കൽപ്പിക്കപ്പെടുന്ന മാനം അത്തരത്തിൽ കൂടിയാണ്. അടുത്തതായി നമ്മൾ പരിശോധിക്കുന്ന മണ്ഡലം പുതുക്കാടാണ്. പുതുക്കാട് നിലവിലെ അവിടുത്തെ MLA CPMൻ്റെ KK രാമചന്ദ്രനാണ്. കഴിഞ്ഞ തവണ 27,000-ഓളം വോട്ടുകൾക്കാണ് KK രാമചന്ദ്രൻ അവിടെ നിന്ന് വിജയിച്ചത്. തൊട്ടു പിന്നിൽ UDFിലെ സുനിൽ അന്തിക്കാട് ഉണ്ടായിരുന്നു. മൂന്നാം സ്ഥാനത്ത് BJPയുടെ N നാഗേഷുമാണ് വന്നിരുന്നത്. ഇത്തവണ ആരൊക്കെ എങ്ങനെയൊക്കെ ആയിരിക്കും സ്ഥാനാർത്ഥികളായി വരിക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. KK രാമചന്ദ്രൻ ഉണ്ടായേക്കില്ല എന്ന സൂചനകളാണ് ഈ ഘട്ടത്തിൽ CPMൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അതോടൊപ്പം UDFിൽ നിന്ന് സുനിൽ അന്തിക്കാടിൻ്റെയും സോണിയാഗിരിയുടെയും ഒക്കെ പേരുകളാണ് ചർച്ച
ചർച്ചകളിലുള്ളത്. BJP സ്ഥാനാർത്ഥിയുടെ ചിത്രം ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPയും UDFും ഈ പുതുക്കാട് മേഖലയിൽ അല്പം നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രതീക്ഷ ഈ രണ്ട് മുന്നണികൾക്കും ഉണ്ട്. എന്നാൽ ഈ മണ്ഡലം കൈവിടില്ല എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് LDFും ഉള്ളത്. എന്തായാലും പുതുക്കാട് അത്തരത്തിൽ ഒരു ശ്രദ്ധേയമായിട്ടുള്ള മണ്ഡലമായി മാറുമെന്നത് തീർച്ചയാണ്. അടുത്ത മണ്ഡലമായി പരിശോധിക്കേണ്ടത് കൊടുങ്ങല്ലൂരാണ്. വളരെ വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് കൊടുങ്ങല്ലൂർ. കഴിഞ്ഞ തവണ അവിടെ VR സുനിൽകുമാർ CPIയുടെ 23,000-ഓളം വോട്ടുകൾക്ക് ജയിച്ച ഒരു മണ്ഡലമാണ് ഈ പറയുന്ന കൊടുങ്ങല്ലൂർ. ഇത്തവണ കാര്യങ്ങൾ എങ്ങനെ വരും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇത്തവണ സുനിൽകുമാർ ആയിരിക്കില്ല എന്ന വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. AIVFിന്റെ ആരെങ്കിലും അവിടെ മത്സരരംഗത്തേക്ക് എത്തുമെന്ന സൂചനകൾ CPIയിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. UDF സ്ഥാനാർത്ഥിയായി അവിടെ വരിക യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള OJ ജനീഷ് ആയിരിക്കുമെന്ന വിവരമാണ് ഏറ്റവും പുതിയതായി ഇപ്പോൾ വരുന്നത്. അങ്ങനെയെങ്കിൽ തീപാറുന്ന പോരാട്ടത്തിലേക്ക് ആ മണ്ഡലം മാറും. BJPയുടെ B ഗോപാലകൃഷ്ണൻ ആയിരിക്കും സംസ്ഥാന നേതാവാണ്. B ഗോപാലകൃഷ്ണൻ ആയിരിക്കും എന്ന വിവരം കൂടി വരുന്നുണ്ട്. എന്തായാലും പല പേരുകൾ ചർച്ചകളുണ്ടെങ്കിലും ഇവർക്കൊക്കെയാണ് മുൻതൂക്കം. അങ്ങനെയെങ്കിൽ അതിശക്തമായിട്ടുള്ള പോരാട്ടം നടക്കുന്ന ഒരു ഇടമായി കൊടുങ്ങല്ലൂർ മാറുമെന്നത് തീർച്ചയാണ്. കൊടുങ്ങല്ലൂരിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നഗരസഭയിൽ ഒഴികെ മറ്റ് പഞ്ചായത്തുകളിലൊക്കെ UDFന് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതീക്ഷ UDFനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആ കണക്കുകളിലാണ് UDF ആത്മവിശ്വാസം കൊള്ളുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം നഗരമേഖലയിൽ BJPക്ക് സ്വാധീനം ശക്തമായി തന്നെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ആ ഒരു പ്രതീക്ഷിച്ച പ്രകടനം നഗരസഭയിൽ ആ നിലയിൽ വോട്ടിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അതൊന്നും ബാധിക്കില്ലെന്നാണ് അവരുടെ വിലയിരുത്തൽ. എന്നാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും ഒക്കെ വോട്ടിംഗ് പാറ്റേൺ വ്യത്യസ്തമാണെന്നും മണ്ഡലം നിലനിർത്താൻ കഴിയും എന്നതുമൊക്കെയാണ് LDFിന്റെയും പ്രതീക്ഷ. ആ നിലയിൽ അതിശക്തമായിട്ടുള്ളൊരു പോരാട്ടത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് കൊടുങ്ങല്ലൂർ. അടുത്ത മണ്ഡലം, ഏറ്റവും അവസാനത്തെ മണ്ഡലമായി നമുക്ക് പരിശോധിക്കേണ്ടത് ചേലക്കരയാണ്. ചേലക്കരയെക്കുറിച്ച് പറയുമ്പോൾ 2021 മൃഗീയ ഭൂരിപക്ഷത്തിൽ ഏകദേശം 39,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ K രാധാകൃഷ്ണൻ CPMലെ വിജയിച്ച മണ്ഡലമാണ്. K രാധാകൃഷ്ണൻ CPMന്റെ മുൻ ജില്ലാ സെക്രട്ടറിയാണ്, മുൻ മന്ത്രിയാണ്, സംസ്ഥാന തലത്തിൽ തന്നെ CPMന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു. അപ്പോൾ അന്ന് ആ 39,000 വോട്ട് 2021 നേടിയത് CPMന്റെ വോട്ടിനൊപ്പം K രാധാകൃഷ്ണന് വ്യക്തിപരമായി കിട്ടിയ വോട്ട് കൂടിയാണെന്ന് CPM മനസ്സിലാക്കുന്നുണ്ട്. ആ രീതിയിൽ ജയിച്ചു വന്ന ആളായിരുന്നു K രാധാകൃഷ്ണൻ. പിന്നീട് K രാധാകൃഷ്ണൻ അവിടെ ആലത്തൂരിൽ സ്ഥാനാർത്ഥിയായി, ലോക്സഭയിൽ സ്ഥാനാർത്ഥിയായി. അങ്ങനെ ലോക്സഭയിൽ സ്ഥാനാർത്ഥിയായി CPMന്റെ ഏക MP ആണ് ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള K രാധാകൃഷ്ണൻ ലോക്സഭയിൽ ജയിച്ച. അപ്പോൾ അവിടെ ഉപതെരഞ്ഞെടുപ്പ് വന്നു ചേലക്കരയിൽ. അങ്ങനെ ഉപതെരഞ്ഞെടുപ്പിൽ CPMന്റെ പ്രദീപ് കുമാർ അവിടെ വിജയിച്ചു. ഭൂരിപക്ഷം വലിയ തോതിൽ തന്നെ ഇടിഞ്ഞുപോയി. 39,000-ൽ നിന്ന് 12,000-മായി ഇടിഞ്ഞു പോയെങ്കിലും 12,000 വോട്ടുകൾ അവിടെ ഭൂരിപക്ഷമായി ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നത് ഒരു നേട്ടമായി തന്നെ LDF കാണുകയാണ്. പ്രദീപ് കുമാറാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത്. രമ്യ ഹരിദാസ് ആയിരുന്നു ഉപതെരഞ്ഞെടുപ്പിൽ UDFിന്റെ സ്ഥാനാർത്ഥി. ബാലകൃഷ്ണനായിരുന്നു BJPയുടെ സ്ഥാനാർത്ഥി. ഇത്തവണ പ്രദീപ് കുമാർ തന്നെ അവിടെ മത്സരരംഗത്തേക്ക് എത്തും എന്നതാണ് അവിടെ LDF കേന്ദ്രങ്ങൾ, CPM കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം UDFിൽ നിന്ന് ആര് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ബാബുരാജിന്റെയും CC ശ്രീകുമാറിന്റെയും അടക്കം പേരുകൾ അവിടെ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. BJP സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും LDFനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു സ്ട്രോങ് ഹോൾഡായി LDF കണക്കാക്കുന്ന ഒരു ഇടമാണ് ചേലക്കര. അവിടെ ഒരു തരത്തിലുള്ള മാറ്റവും ഉണ്ടായില്ല എന്ന് LDF ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. എന്നാൽ UDF വ്യക്തമാക്കുന്നത്, അല്ലെങ്കിൽ UDFിന്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ആ മണ്ഡലത്തിൽ അടക്കം മുന്നോട്ട് വരാൻ കഴിയുമെന്നതാണ്. BJPക്ക് അത്യാവശ്യം സ്വാധീനമുള്ള ഒരു മേഖല കൂടി തന്നെയാണ് ഈ പറയുന്ന ഇടം, പ്രത്യേകിച്ചും തിരുവല്ലാമല ഉൾപ്പെടെയുള്ള മേഖല കൂടിയായതുകൊണ്ട് അങ്ങനെ BJPയും അവിടെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് വോട്ട് വർധനവിൽ അടക്കമുള്ള കാര്യങ്ങളിൽ. ഇതാണ് തൃശ്ശൂർ ജില്ലയിലെ ആകെയുള്ള ചിത്രം. അപ്പോൾ എങ്ങനെയായിരിക്കും തൃശ്ശൂരിൽ ഇനി കാര്യങ്ങൾ മാറിമറിഞ്ഞ് വരിക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കഴിഞ്ഞ തവണ 12-1 എന്ന കണക്കായിരുന്നു. 12 LDF, 1 UDF ജയിച്ച ഇടങ്ങളിലെല്ലാം, അല്ലെങ്കിൽ UDF ജയിച്ച മണ്ഡലത്തിൽ LDF ആയിരുന്നു രണ്ടാം സ്ഥാനത്ത്. LDF ജയിച്ച ഇടങ്ങളിലെല്ലാം UDF ആയിരുന്നു രണ്ടാം സ്ഥാനത്ത്. ഇത്തവണ ആ കണക്കിലേക്ക് BJP എത്തുമോ? ഈ കണക്കുകളിൽ BJP ഉണ്ടാകുമോ? എന്തായിരിക്കും അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം? ജനങ്ങൾ ഉള്ളിലൊളിപ്പിച്ചിരിക്കുന്ന ആ ഒരു ചിന്ത എന്ത്? ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്തായാലും സംസ്ഥാനത്തെ തന്നെ അതിശക്തമായിട്ടുള്ള പോരാട്ടം നടക്കുന്ന പല മണ്ഡലങ്ങളും തൃശ്ശൂർ ജില്ലയിലുണ്ട്. അതുകൊണ്ട് തൃശ്ശൂർ ജില്ല സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ശ്രദ്ധേയമായിട്ടുള്ള ഇടമായിരിക്കുമെന്നത് തീർച്ചയാണ്. ഇതാണ് തൃശ്ശൂരിന്റെ ഒരു സമഗ്ര ചിത്രം.